ജോഷ് ഹേസൽവുഡിൻ്റെ കയ്യിൽ നിന്നും ഒരു യോർക്കർ പ്രതീക്ഷിച്ചു നിൽക്കെ അപ്രതീക്ഷിതമായൊരു ഫുൾ ടോസ് എത്തുന്നു. അത് കണക്ട് ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിരാശയിൽ അലറി വിളിക്കുന്നുണ്ടായിരുന്നു ശശാങ്ക് സിംഗ്. രണ്ടാം പന്ത് റണ്ണൊന്നുമില്ലാതെ അവസാനിച്ചതോടെ 4 ലീഗൽ ഡെലിവറിയും ദൂരം മാത്രമായി ബാംഗ്ലൂരുവും ആ സുഗുണ കിരീടവും തന്നു. കൃണാൽ പാണ്ഡ്യയ്ക്ക് സ്വയം നിയന്ത്രണം നഷ്ടമാവുന്നത് പോലെ തോന്നി. സീസണിൽ ബാംഗ്ലൂർ നിരയിലെ ഏറ്റവും മികച്ച ബൗളർ ആരാണെന്ന ചോദ്യത്തിന് ജോഷ് ഹേസൽവുഡ് എന്നല്ലാതെ മറ്റൊരു ഉത്തരമില്ല. ഫൈനലിൽ അയാൾ വിട്ടു നൽകിയത് 13.5 എക്കണോമിയിൽ 53 റൺസാണ്. അതിലൊരു പ്രശ്നവും കാണുന്നില്ല ആരാധകർ. ഇന്നിംഗ്സിലെ അവസാന 4 പന്തുകളിൽ 3 ശശാങ്ക് ഗാലറിയിലേക്ക് വായിച്ച് 1 ബൗണ്ടറിയിലും തൊട്ടു. അപ്പോഴൊക്കെ ശശാങ്കിന്റെ ചുണ്ടുകൾ നിരാശയുടെ നടുകടലിൽ കിടന്ന് എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഹാർഡ് ഹിറ്റിൽ അനായാസം ഗാലറിയിൽ എത്തിക്കാവുന്ന സ്ലോവർ ബോളുകൾ, ഫുൾ ടോസുകൾ ഹേസൽവുഡിന്റെ ആ പന്തുകളിൽ ഒന്നുപോലും നോ ബോളായി ഒടുങ്ങിയില്ല. അതുമാത്രം മതിയായിരുന്നു ആരാധകർക്ക്. നിശബ്ദമായി കിടന്ന ഗാലറിയിലേക്ക് പാഞ്ഞു കയറിയ സിക്സറുകളെ ഓർത്ത് ഇതൊരു ഓവർ മുമ്പ് സംഭവിച്ചിരുന്നെങ്കിലെന്ന് ഗൗട്ടിലിരുന്ന ശ്രേയസ് അയ്യർ ആത്മകഥം ചെയ്തു കാണണം. നെഹൽ വധേര തിന്നുകളഞ്ഞ പന്തുകളെ ഓർത്ത് പഞ്ചാബ് ആരാധകർ പരിതപിച്ചു കാണണം. സ്കോർ ബോർഡിൽ തെളിഞ്ഞ 6 റൺസ് വിജയം കളി കാണാത്തവർക്കൊരു ചെറിയ വിജയമായി തോന്നിയേക്കാം. എന്നാൽ അതൊരു പടുകൂറ്റൻ വിജയമാണ്. ഈ ഒരൊറ്റ നിമിഷത്തിനായി വർഷങ്ങൾ ഗാലറിയിൽ പ്രതീക്ഷയുടെ ചെങ്കുപ്പായം അണിഞ്ഞു കാത്തിരുന്ന RCB ആരാധകർക്ക്, രജത് പാട്ടിദാറിന്, വിരാട് കോഹ്ലിക്ക്, ജോഷ് ഹേസൽവുഡിന്, ഗാലറിയിൽ കളി കാണാനെത്തിയ AB ഡിവിലിയേഴ്സിന്, ക്രിസ് ഗെയിലിന്, അങ്ങനെ പലർക്കും. ക്രിക്കറ്റ് പ്രേമികളാണോ നിങ്ങൾ? ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത വീഡിയോ മിസ്സാകാതിരിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക. 8 ഏപ്രിൽ 18 RCB IPL ചരിത്രത്തിലെ ആദ്യ മത്സരം കളിച്ചത് അന്നാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് കാത്തിരുന്നത് കൃത്യമായി പറഞ്ഞാൽ 6255 ദിവസങ്ങൾ, 256 മത്സരങ്ങൾ. ഹേസൽവുഡ് അവസാന പന്തെറിഞ്ഞ് പൂർത്തിയാകുമ്പോൾ കോഹ്ലി അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ മുഖം പൊത്തിക്കരഞ്ഞു. ക്രിക്കറ്റ് ലോകത്തെ അയാളിതാ പൂർണ്ണനായിരിക്കുന്നു. അനിൽ കുംബ്ലെ മുതൽ ഡാനിയൽ വെക്ടോറി വരെ, ഫാഫ് ഡുപ്ലിസീസ് മുതൽ വിരാട് കോഹ്ലി വരെ, ഇതിഹാസ നായകർ പലരും എടുത്തണിഞ്ഞൂരിവെച്ച ആ ക്യാപ്റ്റൻസി ക്യാപ്പ് വെറും 4 അന്താരാഷ്ട്ര മത്സരം മാത്രം കളിച്ച് പരിചയമുള്ള രജത് പാട്ടിദാറിന്റെ കയ്യിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതം ആരെങ്കിലും പ്രതീക്ഷിച്ചു കാണും? 191 റൺ ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സിനൊരു ബാലികേറ മലയൊന്നുമായിരുന്നില്ല. നിർണായക ക്വാളിഫയറിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുമായി എത്തിയ മുംബൈക്കെതിരെ 200 റൺസ് ജയിച്ച ബാറ്റിംഗ് നിരയാണ് അവരുടേത്. അതും ഇതേ അഹമ്മദാബാദ്. ടോസ് നേടിയ ഉടൻ ആശങ്കകൾക്കിടയില്ലാതെ ബോളിംഗ് തിരഞ്ഞെടുത്ത ശ്രേയസിന്റെ തീരുമാനങ്ങൾ ഒരിടത്തും പിഴച്ചിട്ടില്ല. ബാംഗ്ലൂരു നിരയിൽ ഒരാൾ പോലും അർദ്ധ സെഞ്ചുറിയിൽ തൊട്ടിട്ടില്ല. ടോപ്പ് സ്കോറർ വിരാട് കോഹ്ലിയുടെ ഇടഞ്ഞു നീങ്ങിയ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. കൂറ്റനടിയുമായി കളം നിറയാൻ ശ്രമിച്ചവരൊക്കെ കൃത്യമായ ഇടവേളകളിൽ കൂടാരം കയറിക്കൊണ്ടിരുന്നു. ഡെത്ത് ഓവറിൽ ഒരിക്കൽ കൂടി അർഷദീപ് മാജിക് കണ്ടു. ബംഗളൂരുവിനെ 200-ൽ തൊടാൻ അനുവദിക്കാതിരുന്നത് അർഷദീപ് ആണെന്ന് പറഞ്ഞ് അത് അധികമായി പോയില്ല. അവസാന ഓവറിൽ മാത്രം 3 വിക്കറ്റുകളാണ് അയാൾ പോക്കറ്റിലാക്കിയത്. ഇതുവരെ പഞ്ചാബിന്റെ ദിശയിൽ ഒഴുകിക്കൊണ്ടിരുന്ന ആ മത്സരത്തിന്റെ ഗതിയെ ഒറ്റയടിക്ക് തിരിച്ചു കളഞ്ഞത് ആരാണ്? IPL-ലെ ഇതിഹാസ നാമങ്ങൾക്കൊപ്പം എഴുതിവെക്കപ്പെട്ട പേരൊന്നുമല്ല കൃണാൽ പാണ്ഡ്യയുടേത്. പക്ഷേ അയാൾ ഒരു അൺസെറ്റ് ഹീറോ ആണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിസമ്മർദ്ദത്തിന്റെ ആകാശത്ത് ഇത് 2ാം തവണയാണ് കൃണാളുടെ ഒരു കലാശപ്പോരിൽ ഒരു ടീമിന്റെ രക്ഷാവേശം കെട്ടിയാടുന്നത്. സിമ്രാനെ റൊമാരിയോ ഷെഫോർഡ് വിട്ടുകളഞ്ഞ 3ാം ഓവറിൽ കളി തന്നെ കൈവിട്ടുകളഞ്ഞെന്നും മനസ്സിൽ ഉറപ്പിച്ചതാണ്. വിരാട് കോഹ്ലി ആ അമർഷത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണല്ലോ. അതെ, റിക്കി പോണ്ടിങ്ങിന്റെ അഭിപ്രായത്തിൽ ഈ കളിയെ ബംഗളൂരുവിന്റെ വഴിയെ തിരിച്ചതും ഒരു ക്യാച്ചാണ്. 5ാം ഓവറിൽ ബൗണ്ടറി ലൈനരികിൽ വെച്ച് പ്രിയാൻ ആര്യയെ പുറത്താക്കാൻ ഫീൽസാൾട്ട് എടുത്ത ആ അത്ഭുത ക്യാച്ചിന് ബംഗളൂരുവിന്റെ കിരീടത്തിലേക്കുള്ള പ്രയാണത്തിൽ അതിശയമായ റോളുണ്ട്. സീസണിലുടനീളം പവർ പ്ലേയിൽ ആര്യ എത്ര അപകടകാരിയായിരുന്നു എന്നറിയുന്നവർ അതൊരിക്കലും നിഷേധിക്കില്ല. മിഡിൽ ഓവറുകളിൽ കൃണാൽ പാണ്ഡ്യ അവതരിച്ചു. പഞ്ചാബിന്റെ പെട്ടിയിലെ ആണികൾ ഓരോന്നായി അയാൾ അവിടെ മുതൽ അടിച്ചുറപ്പിച്ചു. 9ാം ഓവറിൽ പ്രസിംറാനെ വീഴ്ത്തിയാണ് അയാൾ തുടങ്ങിയത്. തൊട്ടടുത്ത ഓവറിൽ എറിയാൻ ബംഗളൂരു നായകൻ ഷെഫേർഡിനെ തന്നെ പന്തേൽപ്പിച്ചു. കളികളിലെ ഏറ്റവും നിർണായക ബ്രേക്ക് ത്രൂ ആ ഓവറിൽ പിറന്നു. പഞ്ചാബ് നിരകളിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ ക്രീസിൽ നിലയുറപ്പിക്കും മുന്നേ റൊമാരിയോ വീഴ്ത്തി. കർത്തടിച്ചു മുന്നേറിയ ജോഷ് ഇംഗ്ലസിനെ 13ാം ഓവറിൽ വീഴ്ത്തി കൃണാളിന്റെ 2ാം പ്രഹരം. 6ാമനായി ക്രീസിലെത്തിയ ശശാങ്ക് സിംഗ് നഹാൽ വധേരയെ കൂട്ടുപിടിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു.
ഹേസൽവുഡിന്റെ 16-ാം ഓവറിൽ 17 റൺസ് അടിച്ചെടുത്ത ശശാങ്ക് പഞ്ചാബിന്റെ അവസാന പ്രതീക്ഷകളെ ഊതിക്കത്തിച്ചു. എന്നാൽ ഭുവനേശ്വർ കുമാർ പെടുന്നനെ രക്ഷകവേഷം എടുത്തണി. 17-ാം ഓവറിൽ 2 വിക്കറ്റുകൾ വീണു. അവസാന ഓവറിലേക്ക് കളി പ്രവേശിക്കുമ്പോൾ 6 പന്തിന് പഞ്ചാബിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 29 റൺസ്. ഹേസൽവുഡ് അതിസാഹസികതകൾക്കൊന്നും മുതിർന്നില്ല. 2 പന്തുകളിൽ റണ്ണില്ലാതെ ഒടുങ്ങിയാൽ തീരുന്ന മത്സരത്തിൽ ആദ്യത്തെ 2 പന്തുകളിൽ തന്നെ അയാൾ പഞ്ചാബിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. പിന്നെ ശശാങ്ക് മൈതാനത്ത് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അയാൾക്ക് ആശങ്കയുണ്ടായിരുന്നില്ല. അഹമ്മദാബാദിന്റെ ആകാശം ചുവന്നു തൊടുത്തു. നീണ്ട 18 വർഷം, ഒരു വ്യാഴവട്ടകാലവും കടന്ന് കോഹ്ലി കാത്തിരുന്നത് ഈ ദിവസത്തിനായാണ്. ഇന്ന് അയാളുടെ തലയിൽ ക്യാപ്റ്റൻസിയുടെ അമിതഭാരങ്ങളൊന്നുമില്ല. എന്നാൽ ഇപ്പോഴും അയാൾ ടീമിലെ ഏറ്റവും മികച്ചവൻ തന്നെയാണ്. 15 മത്സരങ്ങൾ, 657 റൺസ്, ടീമിന്റെ ടോപ്പ് സ്കോറർ, ഓറഞ്ച് ക്യാപ്പ്, റൈസിൽ ഫിനിഷ് ചെയ്തത് 3-ാം സ്ഥാനത്ത്. ഇതൊക്കെ മുമ്പ് പലകുറി സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും കിരീടത്തിന്റെ പൂർണ്ണതയിൽ അയാൾക്ക് സീസണുകൾ അവസാനിപ്പിക്കാനായിട്ടില്ല. ഇപ്പോഴിതാ അത് സംഭവിക്കുന്നു. ഞാനെന്നൊരു കുഞ്ഞിനെ പോലെ ഉറങ്ങുമെന്നാണ് കോഹ്ലി നിറകണ്ണുകളുമായി പറഞ്ഞു തീർത്തത്. ആഘോഷങ്ങൾക്കിടെ രവിശാസ്ത്രിയുടെ ദേഹത്ത് ചാടിക്കയറിയ അയാൾ നാളിതുവരെ കാണാത്ത നിഷ്കളങ്കമായ പലതും ഇന്നലെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ കണ്ടു. ഡിവിലിയേഴ്സും ക്രിസ് ഗെയിലും വിരാട് കോഹ്ലിയും ട്രോഫിയിൽ ചുംബിച്ചു. പുറകിൽ ജിതേഷ് ശർമ്മയുടെ തോളിൽ കൈയിട്ട് രജിത് പട്ടിദാർ നിൽപ്പുണ്ട്. അയാളുടെ മുഖത്തൊരു ചെറു പുഞ്ചിരിയുണ്ട്. ഇന്നോളം ഒരു ക്രിക്കറ്റ് മൈതാനവും